നമുക്ക് ചിലരൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആശങ്ക തോന്നും. ഇപ്പോൾ ഭരണഘടനയെ ചുംബിച്ചുകൊണ്ടാണ് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി ഭരണഘടനയെ ചുംബിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വന്നത്, പ്രധാനമന്ത്രിയായത്. അപ്പോൾ വഞ്ചനയുടെ, ഒറ്റിൻ്റെ, സംഹാരത്തിൻ്റെ ഒക്കെ ഒരു മുൻ രൂപം ആയി ഈ ചുംബനത്തെയൊക്കെ നമുക്ക് കാണാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തേണ്ട ദിവസമാണ് ഈ ജനുവരി 25. ഭരണഘടന വിഭാവന ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണോ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, അതാണോ തങ്ങളുടെ മോട്ടോ എന്ന് ഈ ഇലക്ഷൻ കമ്മീഷൻ കൂടി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക്കിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അന്നാണ് നമ്മുടെ റിപ്പബ്ലിക്ക് സ്ഥാപിതമായത്. റിപ്പബ്ലിക് ദിനം എന്ന പേരിൽ ആ ദിനം ആഘോഷിക്കപ്പെടുന്നു. അതോ അതിനേക്കാൾ പ്രധാനപ്പെട്ടതോ അല്ലെങ്കിൽ മറക്കാൻ കഴിയാത്തതോ ആയ മറ്റൊരു സ്ഥാപനം അതിൻ്റെ തലേ ദിവസം സ്ഥാപിതമായി. അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ജനുവരി 25 ഇപ്പോൾ വോട്ടേഴ്സ് ഡേ, നാഷണൽ വോട്ടേഴ്സ് ഡേ, സമ്മതിദായക ദിനം ആയി ആചരിക്കുന്നുണ്ട്. റിപ്പബ്ലിക്കുമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. നമുക്ക് പല സ്ഥാപനങ്ങളും ആരംഭിക്കുന്ന ദിവസം നോക്കി ചില പ്രത്യേക സന്ദർഭങ്ങളുമായി ബന്ധപ്പെടുന്ന ചില ഓർമ്മ പുതുക്കലും ആഘോഷവും ഒക്കെ നടക്കാറുണ്ട്. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നത് നമ്മുടെ ഭരണഘടനയാൽ സ്ഥാപിതമായ, ഭരണഘടന വിപുലമായ അധികാരങ്ങൾ നൽകിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് ആ കമ്മീഷൻ്റെ ചുമതല. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം വോട്ടർമാർ തന്നെയാണ്, സമ്മതിദായകർ തന്നെയാണ്. അവർക്ക് നൽകിയിരിക്കുന്ന വോട്ടവകാശമുണ്ട്. നമ്മുടെ വോട്ടവകാശത്തിൻ്റെ വ്യവസ്ഥകളൊക്കെ വളരെ ലളിതമാണ്. പ്രായപൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ 18 വയസ്സ്, ഇന്ത്യയിൽ പൗരത്വം ഉണ്ടായിരിക്കുക. ഈ 2 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയിൽ ഒരു വോട്ടർ നിർമ്മിക്കപ്പെടുന്നത്. ആ വോട്ടർക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വിപുലവും പരമപാവനവുമായ അവകാശമാണ് വോട്ടവകാശം. നമ്മെ ഭരിക്കുന്നത്, ജനാധിപത്യ സംവിധാനത്തിൽ നമ്മെ ഭരിക്കാൻ കുറേ പേർ നിയോഗിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നതിന്, നമ്മെ ഭരിക്കുന്നതിന് നമ്മൾ അവർക്ക് സമ്മതം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സമ്മതിദാനാവകാശം എന്ന് പറയുന്നത്. അത് കൊടുക്കുന്നതിനുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രോസസ്സ് ആണ് വോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1952 ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അന്ന് ഒരു മാതൃകയും നമ്മുടെ മുന്നിലില്ലായിരുന്നു. അന്നത്തെ ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ, അദ്ദേഹത്തിൻ്റെതായ ഭാവനയിലും വിവേകത്തിലും ഒരു സിസ്റ്റം വികസിപ്പിച്ചെടുക്കുകയായിരുന്നു. അത് ഓരോ കമ്മീഷണർമാർ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുവന്ന് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം ആണ് ഇന്ത്യ, അല്ലെങ്കിൽ നമ്പർ 1 ജനാധിപത്യമാണ് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ഈ വോട്ടർമാരുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ പ്രകടിപ്പിക്കുന്ന വൈദഗ്ധ്യം അതുകൂടിയാണ്. തെരഞ്ഞെടുപ്പിന് ഈ വോട്ട് എന്ന് പറയുമ്പോൾ, നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നൊക്കെ പറയുമ്പോൾ, അവിടെ വോട്ടർ പട്ടിക എന്നൊരു രേഖ ഉണ്ടാവണം. അതിനെ അടിസ്ഥാനമാക്കിയാണല്ലോ സമ്മതിദായകർ ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യുന്നത്. ഇത് കൂടെ നവീകരിക്കേണ്ടത് ആണ്. കാരണം ആളുകൾ മരിച്ചു പോകുന്നു, സ്ഥലം വിട്ടു പോകുന്നു, അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ SIR എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. SIR എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. ഇലക്ഷൻ കമ്മീഷൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യാപകമായ രീതിയിൽ ആ പ്രവർത്തനത്തെക്കുറിച്ച് ആക്ഷേപമുള്ളത് വലിയ തോതിൽ വോട്ടർമാർ ആ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്ന കാരണത്താലാണ്. മരിച്ചുപോയവരും നാടുവിട്ടുപോയവരും മാത്രമല്ല, അല്ലെങ്കിൽ ഇരട്ടിപ്പുള്ളവർ ഒന്ന് ഒഴിവാക്കുന്നത് കൊണ്ടുമല്ല. ഇവിടെ ഇത് സംഭവിക്കുന്നത് ബോധപൂർവം, മനഃപൂർവ്വം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചില വിഭാഗം ആളുകളെയൊക്കെ പട്ടികയിൽ നിന്ന്
ഒഴിവാക്കുന്നു എന്നാണ് ആക്ഷേപം. സുപ്രീം കോടതിയിൽ പരാതി ആയി പോകുന്നെങ്കിലും സുപ്രീം കോടതിക്ക് പോലും ഫലപ്രദമായി അതിൽ ഇടപെടാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, ആരോഗ്യകരമായ നിലനിൽപ്പിനെക്കുറിച്ച് ആശങ്ക ഉണ്ടാകുന്നത് ഭരണഘടന ഇലക്ഷൻ കമ്മീഷന് നൽകിയിരിക്കുന്ന നിയോഗം ടു കണ്ടക്ട് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്നുള്ളതാണ്. അങ്ങനെ ആണോ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത്? രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന പേരിൽ വലിയ കാര്യങ്ങളൊക്കെ ആരോപിക്കുന്നുണ്ട്, പ്രക്ഷോഭം നടത്തുന്നുണ്ട്. പക്ഷേ അതിലേക്കൊന്നും ജനങ്ങളുടെ ശ്രദ്ധ കൂടുതൽ പതിയാതെ പോകുന്നത് വിഷയം സങ്കീർണമായതുകൊണ്ടാണ്. നമുക്ക് ചിലരൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആശങ്ക തോന്നും. ഇപ്പോൾ ഭരണഘടനയെ ചുംബിച്ചുകൊണ്ടാണ്, പാർലമെന്റ് മന്ദിരത്തിന്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി ഭരണഘടനയെ ചുംബിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വന്നത്, പ്രധാനമന്ത്രിയായത്. ആശ്ലേഷവും ചുംബനവുമൊക്കെ ചില പഴയ സംഭവങ്ങളിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. ഗുരുവിനെ യൂദാസ് ഒറ്റിക്കൊടുത്തത് ഒരു ആശ്ലേഷത്തെ തുടർന്നാണ്, ചുംബനവും ഉണ്ടായിരുന്നു. അപ്പോൾ വഞ്ചനയുടെ, ഒറ്റിൻ്റെ, സംഹാരത്തിൻ്റെ ഒക്കെ ഒരു മുൻ രൂപം ആയി ഈ ചുംബനത്തെയൊക്കെ നമുക്ക് കാണാം. ഭരണഘടനയെ നരേന്ദ്രമോദി ചുംബിച്ചു എന്ന് മാത്രമല്ല, ഭരണഘടന പ്രാബല്യത്തിൽ വന്ന നവംബർ 26 ഭരണഘടനാ ദിനമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തു. നമുക്ക് സാധാരണഗതിയിൽ തോന്നും ഒറ്റ നോട്ടത്തിൽ ഭരണഘടനയോടുള്ള ആദരം അദ്ദേഹം ഈ രീതിയിലൊക്കെ പ്രകടിപ്പിക്കുന്നു എന്ന്. പക്ഷേ ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് അത് എപ്രകാരം താറുമാറാക്കാൻ കഴിയും എന്ന പരീക്ഷണമാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണം വേണമെങ്കിൽ അനുച്ഛേദം 370 തന്നെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് എത്രയോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഭരണഘടനയുടെ ആ പുറം തോട് അതേപടി ആകർഷകമാക്കി നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ സത്ത ആരും കാണാതെ ഊറ്റി എടുക്കുക. അങ്ങനെ ഭരണഘടന ഒടുവിൽ ശുഷ്കമായി, വാടി, വരണ്ട്, പ്രയോജനരഹിതമായ അവസ്ഥയിലെത്തും. ഇതൊക്കെ നാട്ടിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങളാണ്. കോടതികൾക്ക് പോലും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കാര്യത്തിലും. തെരഞ്ഞെടുപ്പ് സംശുദ്ധമായി നടത്തുന്നതിന് വേണ്ടി ഞങ്ങളിത് ഒരു SIR രാജ്യവ്യാപകമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്ത്? നമ്മൾ കരുതി കേരളത്തിൽ നിന്ന് ഇത് വലിയ പ്രശ്നമാവില്ല എന്ന് കരുതി. പക്ഷേ കേരളത്തിൽ പോലും വിപുലവും വ്യാപകവുമായ രീതിയിൽ വോട്ടർമാർ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതിർത്തി സംസ്ഥാനങ്ങളിൽ, ബംഗാളിൽ അല്ലെങ്കിൽ ബീഹാറിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ നിന്നൊക്കെ വലിയ തോതിൽ വോട്ടർമാർ പുറത്താക്കുന്നു, അവരുടെ വോട്ടവകാശം റദ്ദാക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് പൗരത്വം റദ്ദാക്കപ്പെടുന്നതിൻ്റെ മുന്നോടിയായി നമുക്ക് കാണേണ്ടി വരും. വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അതുകൊണ്ട് കഴിഞ്ഞ 7 വർഷമായി 2011 മുതൽ ഈ ഇലക്ഷൻ കമ്മീഷന്റെ സ്ഥാപക ദിനാചരണം ആഘോഷിക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി വളരെ വിപുലമായ തോതിൽ തന്നെ ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ, വോട്ടർമാരെ ഓർക്കുന്നതിനുള്ള ദിനമെന്ന നിലയിൽ കൂടി ആചരിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ വോട്ടർമാർ എന്ന് പറഞ്ഞാൽ അവർ ഇതിഹാസ പുരുഷന്മാരാണ്. ദരിദ്രർ, വിവസ്ത്രർ, അവർക്ക് പട്ടിണിയിൽ കഴിയുന്നവർ, അവരാണ് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവർ ഒരു തീർത്ഥയാത്ര പോകുന്നത് പോലെ അവരുടെ ഏറ്റവും അടുത്ത പോളിംഗ് ബൂത്തിലേക്ക് കുടുംബസമേതം യാത്ര ചെയ്ത് അവരുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി ഇന്ത്യൻ ജനാധിപത്യത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അവരെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. ആ സ്ഥിരരും സാഹസികരുമായ ജനാധിപത്യത്തിൻ്റെ കാവൽ പോരാളികളെ, അവരെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തേണ്ട ദിവസമാണ് ഈ ജനുവരി 25. അവരെ കമ്മീഷനെ ഓർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ കമ്മീഷൻ സ്വയം ഒരു ഓർമ്മ പുതുക്കൽ, പരിശോധന ഇതൊക്കെ നടത്തേണ്ടിയിരിക്കുന്നു. ഭരണഘടന വിഭാവന ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണോ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്?
ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അതാണോ തങ്ങളുടെ മോട്ടോ എന്ന് ഈ ഇലക്ഷൻ കമ്മീഷൻ കൂടി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമ്മെ സംബന്ധിച്ച് ഇത്രയേറെ ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ, ലോകത്തിലെ ജനങ്ങളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യം, അത് പാർലമെന്ററി ജനാധിപത്യമായി നിലനിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഘടകമാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ അവിഭാജ്യമായ ഒരു ഒന്നാണ് വോട്ടർ പട്ടിക എന്ന് പറയുന്നത്. റൈറ്റ് ടു വോട്ട്, സമ്മതിദാനാവകാശം. നമുക്ക് ഒരു സ്ഥാനാർത്ഥിയെ ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട, എങ്കിലും നിങ്ങൾ പോളിംഗ് ബൂത്തിൽ വന്ന് ഞങ്ങൾക്ക് ആരിലും താല്പര്യമില്ല, നോട്ട, അവിടെയെങ്കിലും വോട്ട് ചെയ്തിട്ട് പോകണം എന്ന് കമ്മീഷൻ പറയുന്നത് ആ പോളിംഗ് ബൂത്തിലെ സന്ദർശനം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് തന്നെയാണ്. ആ വോട്ടറുടെ പോളിംഗ് ബൂത്തിലെ ആ ഏകാന്തതയിൽ അല്ലെങ്കിൽ സ്വകാര്യതയിൽ കഴിച്ചുകൂട്ടുന്ന ഏതാനും സെക്കൻഡുകൾ, ആ സെക്കൻഡുകളാണ് അവരുടെ ഭാവിയും എല്ലാം നിർണയിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി. നമുക്ക് ലോകത്തിലെ എത്രയോ രാജ്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു, അപ്പോഴും നമ്മൾ നിലനിൽക്കുന്നത് വോട്ടർമാരുടെ ഈ കരുത്തിലാണ്. 1977 രാജ്യവും ലോകവും കണ്ടറിഞ്ഞ ആ അതിശക്തമായ വോട്ടർ കരുത്ത്, അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ഒരു പ്രതിജ്ഞ എടുക്കേണ്ട ദിവസമായി നമുക്ക് ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ നമുക്ക് കാണാം.